പെട്ടെന്നൊരു ബ്രിഞ്ചോൾ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഞാൻ ബ്രിഞ്ചോളെല്ലാം നല്ലൊരു ഈ സൈസിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഒത്തിരി അങ്ങ് കട്ടിയായി പോലെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ട് ഞാൻ ഒരു വലിയ ബ്രിഞ്ചോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒത്തിരി മസാലയൊന്നും വേണ്ട. നമ്മൾ കുറച്ച് ഒന്ന് ചെറുതായിട്ട് തേച്ച് കൊടുത്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഇച്ചിരി നമുക്ക് ജീരകം പൊടിച്ചെടുക്കാം. ഇത് ഗരം മസാലയാണ്. കടലമാവ് നമ്മളൊന്ന് ഒരു സ്പൂണൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ഒരു സ്പൂൺ എണ്ണ ഒഴിക്കണം നമ്മളിതിനകത്ത്. ഇച്ചിരി മഞ്ഞൾ പൊടി, ഇച്ചിരി മുളക് പൊടി ഇട്ടിട്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ഒന്ന് ഈ ബ്രിഞ്ചോൾ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് ഈ മസാലയൊക്കെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ ഒരു സ്പൂൺ കടലമാവ് ഇതിനകത്തോട്ട് ഇടുകയാണ്. ഒരു ഇച്ചിരി ജീരകം, ഇച്ചിരി ഗരം മസാല പൊടിച്ചത്, ഒരു നുള്ളു മഞ്ഞൾ ഇടാം, ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ഇടാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് നല്ലപോലെ. ഇതിനകത്ത് നമുക്ക് ഒരു സ്പൂൺ എണ്ണയും കൂടി ഒഴിക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ബ്രിഞ്ചോളിൻ്റെ മസാല നല്ല റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബജി പോലെയല്ല ഉണ്ടാക്കുന്നത്, ഞങ്ങൾ ഫുള്ള് ഡിപ്പ് ചെയ്യേണ്ട. മസാല നമ്മളൊന്ന് ബ്രിഞ്ചോളിൽ തേച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതോടെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം നമുക്ക്. നമ്മൾ ഈ ബ്രിഞ്ചോളിൻ്റെ രണ്ട് സൈഡും ഒന്ന് നല്ലതുപോലെ മസാല ഒന്ന് പറ്റി പിടിച്ചിരിക്കുന്ന പോലെ മതി. ഒന്ന് നല്ലപോലെ തേച്ച് വെച്ചിട്ട് നമ്മളൊരു പാൻ ചൂടാക്കി ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്, കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. രണ്ട് സൈഡും നമുക്ക് ഇതുപോലെ ബ്രിഞ്ചോളിൻ്റെ രണ്ട് സൈഡിലും മസാല തേച്ചിട്ട് നമുക്ക് കടയിൽ എണ്ണ ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഈ ബ്രിഞ്ചോളെല്ലാം ഇതുപോലെ മസാല തേച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി, നമുക്ക് ഒത്തിരി എണ്ണ വേണ്ട. ഇത് നല്ലപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും സ്ലോ ഫ്ലെയിമിൽ വെക്കണം, എന്നാലേ രണ്ട് സൈഡും നല്ല മുരിഞ്ഞ് കിട്ടുള്ളൂ. നമുക്കിത് ഈ ബ്രിഞ്ചോൾ ഒരു സൈഡൊന്ന് മറിച്ചിടാം. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ വെച്ചാൽ മതി. ഈ ബ്രിഞ്ചോളിനകത്തൊക്കെ വെള്ളം ഇറങ്ങും നമ്മൾ എണ്ണയ്ക്കകത്ത് ഇടുമ്പോൾ, അതുകൊണ്ട് നമ്മൾ മൂത്ത് വരാൻ ഇച്ചിരി സമയം എടുക്കും. നമ്മൾ നല്ല സ്ലോയിൽ വെച്ചാൽ മതി. മറിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് മൂത്തോന്നും. ഇല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി സമയം കൂടെ വെച്ചാൽ മതി. ഈ സൈഡിൽ 2-3 മിനിറ്റ് നമുക്ക് വെക്കാം. നമുക്ക് ബ്രിഞ്ചോളൊന്ന് നോക്കാം രണ്ട് സൈഡും റെഡി ആയോ എന്ന്. രണ്ട് സൈഡും നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഇത്ര മതി നമുക്കിപ്പോൾ എടുക്കാം എണ്ണയ്ക്കകത്തുനിന്ന്. ഇത് ഈ ബ്രിഞ്ചോൾ ഫ്രൈ ചെയ്താൽ നമ്മൾ ഉടനെ തന്നെ കഴിക്കണം, അല്ലെങ്കിൽ അതങ്ങോട്ട് സോഫ്റ്റായി പോകും. നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ ഉടനെ തന്നെ കഴിക്കണം. ബാക്കി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രിഞ്ചോളൂടെ ഇതുപോലെ റെഡിയാക്കി എടുക്കാം. നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ബ്രിഞ്ചോൾ ഫ്രൈ റെഡിയാണ്. നല്ല ടേസ്റ്റിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം എല്ലാവർക്കും. നമ്മൾ ഇത് തണുത്ത് പോകുമ്പോൾ കഴിക്കരുത്, നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം. അത് ശ്രദ്ധിച്ചാൽ മതി. റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.